ഞാൻ ആളൂരിൽ ഒരു സ്റ്റാച്യു, തോമസിലെ സ്റ്റാച്യു ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഒരു കുന്തം പിടിച്ചിരിക്കുന്ന ഒരു പാറപ്പുറത്ത് ഇരിക്കുന്നതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ കുന്തം എടുത്ത് മാറ്റിയാൽ ഈശോ ആണെന്ന് തോന്നും, കുന്തം വെച്ചാൽ തോമസ്ലീനെന്ന് തോന്നും. അതായത് ഈ ഒരു ഇരട്ട സങ്കല്പം, യേശുവിൻ്റെ ഇരട്ട എന്നുള്ള സങ്കല്പത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനതിൻ്റെ ഡിസൈൻ കൊടുത്തു. ചെയ്തത് വേറൊരു ശില്പിയാണ്. അപ്പം അങ്ങനെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആളൂർ ജംഗ്ഷനുണ്ട്, അവിടുന്ന് കൊടകരയ്ക്ക് പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് വഴിയിൽ എന്നെ കാണാൻ പറ്റും. അത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഏതായാലും ഈശോയുടെ മഹത്വവൽക്കരണം സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നടക്കുന്ന പ്രധാനപ്പെട്ട രംഗങ്ങളിലൊക്കെ തോമസ് ലീഗ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പത്രോസിനെയും ഈശോയ്ക്ക് പ്രിയപ്പെട്ട ശിഷ്യനെയും കൂടാതെ 12 പേർക്ക് വേണ്ടി സംസാരിക്കുന്ന ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനാണ് തോമസ് ലീഗ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. പത്രോസ് ഈശോ സ്നേഹിച്ച ശിഷ്യൻ, ഈശോ സ്നേഹിച്ച ശിഷ്യനേക്കാളും കൂടുതൽ പ്രമുഖനായിട്ട് നിൽക്കുന്നത് 12 പേർക്കുള്ള 12